സമരത്തിലോട്ട് പോകണമെന്ന വ്യാപാരി വാഗ്ദാനം സ്വീകരിക്കണം. ഞാൻ മത്സ്യത്തൊഴിലാളി, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അവർക്ക് ഓടി കിടക്കുന്ന ഒരു പട്ടിക്ക് വേറെ പട്ടി ആക്രമിക്കുകയോ അത് കല്ലെറിഞ്ഞാൽ കൊലയ്ക്ക് അയച്ചു തരിക. എന്നാൽ മനുഷ്യന്റെ പരാതി പറയാൻ വേണ്ടി നോട്ടീസ് കൊടുക്കട്ടെ. അതുകൊണ്ടോ ഞങ്ങൾ ഇന്ന ദിവസം വന്ന് പൊളിക്കും, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു ഇത് അനധികൃതമായിട്ട് കെട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾ കോർപ്പറേറ്റ് സെക്രട്ടറിമായിട്ടോ മേയറുമായിട്ടോ സംസാരിക്കും എന്ന് ഒരു നോട്ടീസ് ചെയ്യാനെങ്കിലും ഒന്നും അറിയുന്നില്ലല്ലോ. ഇപ്പം ഭരിക്കുന്ന ഭരണാധികാരി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച കോൺഗ്രസിന്റെ കൊടിയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഇന്ന് അവർ വന്നാൽ ഞാൻ കാണിച്ചു. എന്റെ വന്നല്ല കഴിഞ്ഞ മാസം വന്ന് ചോദിച്ചു, മോളെ മാസം കൊടുക്കുന്ന 12,000-15,000 രൂപ കുറഞ്ഞത് കടക്കാശ് തട്ടിനത്തില്. പക്ഷെ ഞങ്ങൾക്ക് വിലയില്ല. ഇതെല്ലാം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി, കച്ചവടക്കാർക്ക് ഒരു പങ്കുമില്ല. ഇത് പുനരധിവസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവർ ചെയ്തുകൊണ്ടാണ്. ഇതിന്റെ ഇവിടെ നിന്ന് അവരെ ഔട്ടാവുന്നത് ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ മേയറിന്റെ പ്രഖ്യാപനം അനധികൃതമായ കെട്ട് അത് പ്രതിഷേധകരമാണ്. ഇതെല്ലാം ഉത്തരവാദിത്തം. ഇതിന്റെ എല്ലാത്തിനെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഇവിടെ കെട്ടിനകത്ത് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. മേളില് പാളയരാജന്റെ കീഴില് സ്റ്റാർട്ടിങ്ങില്. കാരണം ഈ മാർക്കറ്റിന്റെ അടിഭാഗത്ത് എല്ലാവരും മത്സ്യം, മലക്കറി, പച്ചക്കറി, ഇറച്ചി, മലക്കറി 3 പേർക്ക് ചേർന്നാണ് ഈ അടിഭാഗം തരാൻ പോകുന്നത്. പിന്നെ എന്തോ അത് കൈ കയറി അവസാനം മീൻ കച്ചവടമൊക്കെ തുടങ്ങി. പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് ഈ സ്മാർട്ട് സിറ്റി വർക്ക് നടക്കണം, വികസനം നമ്മുടെ നഗരത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ കുഴിക്കുണ്ടിൽ ഞങ്ങൾ സഹിക്കും. പക്ഷെ ഞങ്ങളെ ചവിട്ടേനും ഒരു പറഞ്ഞു രാജ്യത്ത് പറഞ്ഞു അങ്ങനെ നിങ്ങളൊന്നും അനുമതി കിട്ടുന്നത് സംഭവിക്കുമോ? എന്തെടുത്താനാണ് മൂല്യമുള്ളത്? കള്ളത്തരം പറയുന്നു. കച്ചവടക്കാർ കെട്ടിയെന്ന് പറയും. ഇപ്പം അവർക്ക് അധികാരമുണ്ട്. പോലീസിനടുത്ത് പോലീസ് വരും, കോർപ്പറേഷന്റെ ടീമിനടുത്ത് കോർപ്പറേറ്റ് ടീം വരും. അവർക്ക് അതുകൊണ്ട് ഒരു ഗുണ്ടായുധം കാണിക്കാം. ആ ഒരു ഗുണ്ടാരാജ്യം നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സാക്ഷിയുള്ള ഒരു ഭരണസമിതി ആണെങ്കിൽ, അധികാരികളാണെങ്കിൽ
അവരോട് പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം ഒന്ന്. അല്ലെങ്കിൽ അവർ വന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തും. ഇതിനാരും പുറംപോയി കിടന്നവരല്ല. വേറെ കടയും കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റാതെ എല്ലാം ചേർന്ന് താഴെ കെട്ടിയെടുത്തതാണ്. നിങ്ങൾ മേലെ വന്ന് കയറി നോക്കിയാൽ നിങ്ങൾ രണ്ട് മീഡിയക്കാര് അതിന് നടക്കാൻ വേണ്ടി നോക്കണം. 3 ലെയർ കെട്ടാനുള്ള കടയ്ക്ക് 4 ലെയർ 10 അങ്ങോട്ടും ഇങ്ങോട്ടും 10 ലെയർ കച്ചവട കട കിട്ടിയുണ്ട്. ഒരു എയർ സർക്കുലേഷൻ ഇല്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു ഞങ്ങൾ വികസന വിരോധികൾ. ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങൾ വികസന വിരോധികൾ. പൈസയും അധികാരമുള്ള അവരുടെ ഞങ്ങളെ ഉപജീവനം സംരക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജീവൻ കൊടുത്തത് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. ഇവിടെ മാറ്റി ഒരു അവസാനം ഞങ്ങൾ വേണം ഞങ്ങൾക്ക് മാർഗം എന്ന രീതിയിൽ ഞങ്ങൾ സ്മാർട്ട് പക്ഷേ ഞങ്ങളെ